നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം വൈകിട്ട്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ മന്ദിരത്തിൽ ഇന്ന് 3 മണിക്കാണ് ഉദ്ഘാടനം. കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നടത്താനിരുന്ന കലാപരിപാടികൾ മാറ്റിവെച്ചിരുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ കൊച്ചിയിലെത്തുന്ന സാഹചര്യത്തിലാണ് ഉദ്ഘാടനം വൈകിട്ട് 3 മണിയിലേക്ക് മാറ്റിയത്. കുവൈറ്റ് അപകട പശ്ചാത്തലത്തിൽ സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പ്രതിനിധികൾ എത്തിയതിനാൽ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. നാളെ വൈകിട്ടാണ് സമാപനം. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം പുറപ്പെട്ടു. 10:30 കൊച്ചിയിലെത്തും. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി പ്രത്യേക വ്യോമസേനാ വിമാനം പുറപ്പെട്ടു. വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിക്കാൻ പ്രത്യേക ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരെയും വഹിച്ചുള്ള വിമാനം ഇന്ത്യയിലേക്ക് പുലർച്ചെ 1:15 യാത്ര തിരിച്ചത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന വിമാനം അവിടുന്ന് ദില്ലിക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിക്കായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം ചർച്ചയായേക്കും. 2021 വത്തിക്കാനിൽ വെച്ച് മോദി മാർപ്പാപ്പയെ കണ്ടിരുന്നു. 3ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്. G7 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നത് ഇത് 5ാം തവണയാണ്. ആതിഥേയ രാജ്യമായ ഇറ്റലിയുടെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ബാർക്കോഴ കേസ്. അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. ബാർക്കോഴ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യുക. മദ്യനയമാറ്റത്തിനായി പണപ്പിരിവിന് ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അനിമോൻ ശബ്ദസന്ദേശമിട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുൻ രാധാകൃഷ്ണൻ അംഗമാണെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. അടുത്ത മണിക്കൂറിൽ 3 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ, ശക്തമായ കാറ്റും. അടുത്ത മണിക്കൂറിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ ഇന്ന് അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല.